ഡിസൈനിങ് രംഗത്ത് വളരെയധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് അഡോബ് ഫോട്ടോഷോപ്പ്. കമ്പ്യൂട്ടർ അറിയുന്ന എല്ലാവർക്കും ഫോട്ടോഷോപ്പിനെ കൂടി സമാന്തരമായി വളരെ നന്നായി അറിയാമെന്നതാണ് ഫോട്ടോഷോപ്പിന്റെ ജനപ്രിയത. ഒരു ചിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്നത് ഫോട്ടോഷോപ്പ് എന്ന സോഫ്റ്റ്വെയർ ആണ്. ഈ ഫോട്ടോഷോപ്പിന്റെ വളരെ ലളിതമായ പാഠങ്ങളാണ് നമ്മൾ ഈ സിഡിയിലൂടെ, ഈ കോഴ്സിലൂടെ പഠിക്കാൻ ശ്രമിക്കുന്നത്. പാഠങ്ങൾ വളരെ ലളിതമായും വിശദമായും പരമാവധി വിശദമായും പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉപയോഗപ്പെടുത്തുക, നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഫോട്ടോഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഡെസ്ക് ടോപ്പിൽ ഫോട്ടോഷോപ്പിന്റെ ഐക്കൺ ഉണ്ടെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ സ്റ്റാർട്ട് മെനുവിൽ നിന്നും ഫോട്ടോഷോപ്പിന്റെ ഐക്കൺ കാണുന്നിടത്ത് നിന്ന് അത് സെലക്ട് ചെയ്തുകൊണ്ടോ ഫോട്ടോഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഈ കമ്പ്യൂട്ടറിൽ ഫോട്ടോഷോപ്പിന്റെ ഐക്കൺ ഇവിടെ കാണുന്നുണ്ട്. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. ഇതാണ് ഫോട്ടോഷോപ്പിന്റെ മുഖം. ഒരു പുതിയ ഫോട്ടോഷോപ്പ് പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്ന ഫോട്ടോഷോപ്പിന്റെ മുഖമാണ് ഈ കാണുന്നത്. ഇതിന് നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ, ഡിസൈനിങ്ങിന്റെ അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റിങ്ങിന്റെ അത്യാവശ്യ കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് പിന്നീട് ആവശ്യമനുസരണം ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കാം. പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ഭാഗത്തെ ഈ ടൂൾ ബോക്സ് ആണ്. ടൂൾ ബോക്സിൽ നിന്നാണ് എഡിറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ടൂളുകൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത്. രണ്ടാമത്തത് ഈ കാണുന്ന ഏരിയ. ഇപ്പോൾ ഈ കാണുന്ന ഏരിയയാണ് സ്റ്റേജ് എന്ന് പറയുന്നത്. സ്റ്റേജ് എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഇടം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വെച്ചായിരിക്കും നമുക്ക് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനും മറ്റും സാധിക്കുന്നത്. മൂന്നാമത്തെ ഭാഗം ഇവിടെ കാണുന്ന ഈ പോർഷനാണ്. ഇതിന് പാലറ്റ് പോർഷൻ എന്നാണ് പറയുന്നത്. പാലറ്റ് വെൽ എന്നെല്ലാം പറയും. ഇതിന് ആവശ്യാനുസരണം ഈ കണ്ട ടൂൾ ബോക്സിനെയും അതുപോലെ തന്നെ പാലറ്റിന്റെ ഭാഗത്തെയും ആവശ്യാനുസരണം നമ്മുടെ സൗകര്യാർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുകയും കൂടുതൽ പാലറ്റുകളെ ഉൾപ്പെടുത്തുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്യാം. അതെല്ലാം വഴിയെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുമ്പോൾ പഠിച്ചാൽ മതി. ഇപ്പം നമ്മൾ ഒരു സാധാരണഗതിയിലുള്ള ഒരു ഫോട്ടോ എഡിറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള സംഗതികളെ ആണ് പഠിക്കുന്നത്. അടുത്ത പാഠം മുതൽ നമുക്ക് ഫോട്ടോ എഡിറ്റിംഗ് പഠിച്ചു തുടങ്ങാം. ഒരു പാഠം നിങ്ങൾ ശ്രവിച്ചതിന് ശേഷം അത് സ്വന്തമായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടെങ്കിൽ വളരെ നന്നായി. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ സിഡിയിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ചിത്രങ്ങളെല്ലാം സിഡിയിൽ തന്നെ ചിത്രങ്ങളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ചിത്രങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ആവശ്യമായ രീതിയിൽ അതിൻ്റെ സംശയങ്ങളും മറ്റും കാര്യം വരുമ്പോൾ പാഠം വീണ്ടും ഒന്ന് കേട്ടുകൊണ്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് ഫോട്ടോഷോപ്പ് പഠിച്ചെടുക്കാൻ സാധിക്കും. ഒരു സാധാരണ ഒരു തുടക്കക്കാരനെയും ഒരു മിഡിൽ ലെവലിലുള്ള ആളെയാണ് ഈ ഫോട്ടോഷോപ്പ് പഠിക്കുന്ന ഈ സിഡിയിലേക്ക് ക്ഷണിക്കുന്നത്. അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും പാഠങ്ങളിൽ പറയുന്നുണ്ട്. എങ്കിൽ കൂടി തുടക്കത്തിൽ ഉള്ള പാഠങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ടാലാണ് അതിൻ്റെ ടേംസ്, അതിൻ്റെ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും കൃത്യമായി മനസ്സിലാക്കിയാലാണ് തുടർന്ന് വരുന്ന പാഠങ്ങളിൽ അത് മനസ്സിലാക്കാനായിട്ട് എളുപ്പമാവുകയുള്ളൂ. അപ്പം ഓരോ പാഠങ്ങളിലായിട്ട് ഓരോ ടേംസ് അതല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന ഫോട്ടോഷോപ്പിന്റെ പഠനത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ പറയുമ്പോൾ ആ വാക്കുകളെ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അത് ശ്രദ്ധിച്ച് പഠിച്ച് സ്വന്തം നിലയ്ക്ക് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് സിഡിയിലൂടെ തന്നെ പഠനം സാധ്യമാക്കാവുന്നതാണ്.
വീണ്ടും ഓൾ ദി ബെസ്റ്റ്.